നമസ്കാര സുഹൃത്തുക്കളെ, ഞാൻ ബ്രഹ്മദാസ്. ഇന്നത്തെ SEOയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യുന്ന മെത്തേഡുകളെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മൾ SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു റിസോഴ്സാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ. ഇതിന്റെ പഴയ പേര് ഗൂഗിൾ വെബ് മാസ്റ്റർ ടൂൾസ് എന്നാണ്. നമ്മൾ SEO ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരു കൺട്രോൾഡ് ഫോമിൽ SEO ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ 5 തരത്തിലുള്ള മെത്തേഡുകളാണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്തത്. ഈ 5 മെത്തേഡുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഒരു വെബ്സൈറ്റിനെയോ ഒരു ബ്ലോഗിനെയോ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ തരുന്ന റെക്കമെൻഡഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡാണ്. ഗൂഗിൾ തരുന്ന ഒരു HTML ഫയൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആ HTML ഫയലിനെ നമ്മൾ വെബ്സൈറ്റിന്റെ റൂട്ട് ഡയറക്ടറിയിലോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഉദാഹരണത്തിന് brahmadas.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ വെരിഫൈ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം വെബ്സൈറ്റിന്റെ URL ഗൂഗിൾ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഗൂഗിൾ തരുന്ന HTML ഫയൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് brahmadas.comന്റെ റൂട്ട് ഡയറക്ടറി അഥവാ cpanൽ ലോഗിൻ ചെയ്ത് പബ്ലിക് HTML ഫോൾഡറിനകത്തോട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിന് ഓണർഷിപ്പ് വെരിഫൈ ചെയ്യാൻ പറ്റും. സെർച്ച് കൺസോൾ ഉപയോഗിച്ച് കൺട്രോൾഡ് ഫോമിൽ SEO ചെയ്യാൻ പറ്റും. നമ്മൾ സൈറ്റ് മാപ്പ് സബ്മിറ്റ് ചെയ്യാം, വെബ് പേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള URLs നമുക്ക് സബ്മിറ്റ് ചെയ്യാം, പിന്നെ നമ്മുടെ വെബ്സൈറ്റിന്റെ കൺട്രി സെറ്റിംഗ്സ് ആഡ് ചെയ്യാം. അങ്ങനെ പല ഉപയോഗങ്ങൾ സെർച്ച് കൺസോൾ കൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. SEO ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളായ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാനായിട്ട് ആദ്യം ഗൂഗിൾ റെക്കമെൻഡ് ചെയ്യുന്ന മെത്തേഡ് HTML ഫയൽ വെരിഫിക്കേഷൻ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ തന്നെ ഒരു മെറ്റാ ടാഗ് മെത്തേഡാണ്. ഒരു HTML മെറ്റാ ടാഗ് ഗൂഗിൾ തരും. അത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡ് സെക്ഷനകത്തേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ ഗൂഗിൾ തരുന്ന ഒരു HTML മെറ്റാ ടാഗിനെ കോപ്പി ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിന്റെ മെയിൻ URLന്റെ ഹെഡ് സെക്ഷനിലേക്ക് പോവുക. ഹെഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹെഡ് സെക്ഷനകത്ത് തന്നെ വരണം, കാരണം മെറ്റാ ടാഗ് ആണ്. മെറ്റാ ടാഗ് ഹെഡ് സെക്ഷനിൽ വന്നാൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ മെത്തേഡ് ഗൂഗിൾ അനലിറ്റിക്സ് വഴി തരുന്ന മെത്തേഡാണ്. ഇതിനു മുമ്പേയും ഗൂഗിൾ അനലിറ്റിക്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ അനലിറ്റിക്സ് എന്താണ്, എന്തിനാണെന്ന് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള സംഗതികൾ വീഡിയോയ്ക്കകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. കാണാത്തവർക്ക് അത് കാണാം. ഗൂഗിൾ അനലിറ്റിക്സ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് വരുന്ന ട്രാഫിക് ഡീറ്റെയിൽസ്, വെബ്സൈറ്റിനകത്ത് എത്തുന്ന യൂസേഴ്സിന്റെ ഇന്ററാക്ഷൻസ്, എത്ര ആൾക്കാരെത്തി, എവിടെ നിന്നൊക്കെയാണ് വിസിറ്റേഴ്സ് വന്നത്, വന്ന വിസിറ്റേഴ്സ് എത്ര സമയം സ്പെൻഡ് ചെയ്തു, ഏതൊക്കെ പേജിനകത്താണ് എത്തിയത്, എത്ര പേജുകളിലേക്ക് അവർ നാവിഗേറ്റ് ചെയ്തു, ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ഗൂഗിൾ അനലിറ്റിക്സ്. അപ്പൊ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സ് വെബ്സൈറ്റിനെ ഒരു Gmail അക്കൗണ്ട് ഉപയോഗിച്ച് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ Gmail അക്കൗണ്ടിനകത്ത് തന്നെ നമുക്ക് സെർച്ച് കൺസോളിനകത്ത് വെരിഫൈ ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് മെറ്റാ ടാഗ് മെത്തേഡാണ്. മൂന്നാമത്തെ മെത്തേഡ് ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡാണ്. നാലാമത്തെ മെത്തേഡ് ഗൂഗിൾ ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡാണ്. ഗൂഗിൾ തന്നെ തരുന്ന ഒരു റിസോഴ്സ് ആണ് ഗൂഗിൾ ടാഗ് മാനേജർ. നമ്മുടെ വെബ്സൈറ്റിലേക്ക് വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെറ്റാ ടാഗുകൾ ഇൻസേർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി ഗൂഗിൾ തരുന്ന ടാഗ് മാനേജർ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിനകത്ത് ടാഗ് മാനേജർ ആഡ് ചെയ്തിട്ടുള്ള Gmail അക്കൗണ്ട് വഴിയും നമുക്ക് സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാം. നാലാമത്തെ. അഞ്ചാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഗോഡാഡി, അതുപോലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനികളിൽ തരുന്ന DNS റെക്കോർഡ് ആഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി ആ അക്കൗണ്ടിലേക്ക്, ഗോഡാഡിയുടെ അക്കൗണ്ടിലേക്ക്, ഉദാഹരണത്തിന് brahmadas.com രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗോഡാഡി വഴിയാണെന്നുണ്ടെങ്കിൽ ഗോഡാഡിയുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കയറിയിട്ട് DNS റെക്കോർഡ് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഗൂഗിൾ തരുന്ന DNS റെക്കോർഡ് ഡേറ്റ കോപ്പി ചെയ്ത് ഗോഡാഡിക്കകത്ത് DNS റെക്കോർഡ് ഡേറ്റ ആഡ് ചെയ്യുന്നിടത്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്യാം നമുക്ക് സെർച്ച് കൺസോളിൽ. അപ്പൊ നമ്മുടെ വെബ്സൈറ്റിനെ വെരിഫൈ ചെയ്യാനായിട്ട് 5 മെത്തേഡുകളാണ് ഗൂഗിൾ സെർച്ച് കൺസോൾ വെരിഫൈ ചെയ്യാനായിട്ട് ഗൂഗിൾ തരുന്നത്. ഒന്ന്, ഗൂഗിൾ തരുന്ന HTML ഫയൽ ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന മെത്തേഡ്. 2, മെറ്റാ ടാഗ് വെരിഫിക്കേഷൻ മെത്തേഡ്. 3, ഗൂഗിൾ അനലിറ്റിക്സ് വഴിയുള്ള മെത്തേഡ്. 4, ടാഗ് മാനേജർ വഴിയുള്ള മെത്തേഡ്. 5, നമ്മുടെ വെബ്സൈറ്റിന്റെ DNS ഡേറ്റ ആഡ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. SEOയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുപോലെയുള്ള വിവരങ്ങൾ കിട്ടുന്നതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. കൂടെ അലർട്ട് ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് അലർട്ട് മെസ്സേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.